PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസുകാർക്ക് മാത്രമല്ല, വരുന്ന LDC, LGS എല്ലാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു ക്ലാസ് തന്നെയാണ്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്ത് നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളും തന്നിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ടഫായിട്ടൊക്കെ ചോദിക്കുമോ എന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണെങ്കിലും ആ ഒരു ഏരിയയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാലും അല്ലാതെ വന്നു കഴിഞ്ഞാലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റണം. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റിലും ഓരോ പോയിന്റ് അല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം പോയിന്റ്സ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഒന്നും ടഫ് ആവില്ല, എങ്കിലും ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഡെയിലി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 4 ക്ലാസ്സുകളൊക്കെയാണ് ഒരു ദിവസം നൽകുന്നത്. കാലത്ത് 6 മണിക്ക് കറണ്ട് അഫയേഴ്സ്, രാവിലെ 10 മണിക്ക് യൂണിവേഴ്സിറ്റി LGS മെയിൻസ്, ഉച്ചയ്ക്ക് 1 മണിക്ക് PSCയുടെ ഹോട്ട് ടോപ്പിക്സ് കൊടുക്കുന്നുണ്ട്. രാത്രി 8 മണിക്ക് നമ്മുടെ മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നമ്മൾ ലൈവ് ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ കാര്യം അറിയാലോ, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? ഇനാമലാണ്. ഇനാമൽ. അപ്പോൾ ഇനാമലിനെ കുറിച്ച് നമ്മുടെ SCERTയിൽ കറക്റ്റായിട്ട് ഒരു പിക്ചറൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ചിത്രം കാണുന്നുണ്ടല്ലോ, ഇവിടെ കറക്റ്റായിട്ട് ഓരോ പാർട്ടായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം കാണുന്ന ഭാഗം തന്നെ നമ്മുടെ ഉത്തരമായ ഇനാമലാണ്. ഇനാമൽ. ഇനാമലിനെ കുറിച്ച് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? വെള്ള നിറമാണ്. വെള്ള നിറം. ഇനാമലിന്റെ നിറം വെള്ള നിറമാണ്. കടുപ്പമേറിയ ഭാഗമാണ്. കടുപ്പമേറിയ ഭാഗം. നിർജീവം. നിർജീവമാണ്. ഇനാമൽ നിർജീവമാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇനാമലിനെ കുറിച്ച് പറയുന്നത്. അടുത്ത പാർട്ടാണ് ഡെൻറ്റൈൻ. ഓക്കെ, ഇതവിടെ കാണുന്നുണ്ട്, ഒരു യെല്ലോ കളറിൽ കാണുന്നുണ്ട് അല്ലെ. ഡെൻറ്റൈൻ എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് എന്ത്? ഡെൻറ്റൈൻ എന്ന് പറയുന്നത്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻറ്റൈൻ. അടുത്തത് ഈ റെഡ് കളറിൽ കാണുന്നതാണ് പൾപ്പ്. പൾപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൾപ്പ് ക്യാവിറ്റിയിൽ കാണപ്പെടുന്ന മൃദുവായ യോജക കലയാണ് നമ്മൾ പൾപ്പ് എന്ന് പറയുന്നത്. ഈ പൾപ്പിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക? രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്നത് എവിടെയാണ്? പൾപ്പിലാണ്. ഓക്കെ, രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്നത് പൾപ്പിലാണ്. ഇനി ഇവിടെ കാണുന്ന അടുത്ത പാർട്ടാണ് സിമന്റം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയറിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് സിമന്റം എന്ന് പറയുന്നത്. സിമന്റം എന്ന് വെച്ചാൽ മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയിട്ടുള്ള യോജക കലയാണ് എന്ത്? സിമന്റം. നമ്മുടെ മോണയിൽ നമ്മുടെ പല്ലുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് ആരാണ്? സിമന്റമാണ്. ഓക്കെ, കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ പല്ലിന്റെ ഇത്രയും പാർട്സ്, ഇനാമൽ, ഡെൻറ്റൈൻ, പൾപ്പ്, സിമന്റം, ഇത് കറക്റ്റ് ആയിട്ട് ഈ 4 പാർട്ടും പഠിച്ചു വെക്കാം. ഇനി ബാക്കി അനുബന്ധ വിവരങ്ങൾ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം അല്ലെ. ആദ്യം കാണുന്ന ഓപ്ഷൻ അസ്ഥി അല്ലെ. അസ്ഥി, തരുണാസ്ഥി ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അസ്ഥിയെ നോക്കാം. മനുഷ്യന്റെ അസ്ഥികൂടത്തിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. മനുഷ്യനിലെ അസ്ഥികളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അക്ഷാസ്ഥികൂടം എന്നും അനുബന്ധാസ്ഥികൂടം എന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ പിക്ചർ കാണുന്നുണ്ടല്ലോ, അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം. അപ്പൊ അതിൽ അക്ഷാസ്ഥികൂടത്തിൽ വരുന്ന ആളുകളാണ് ഈ അക്ഷാസ്ഥികൂടം എന്ന് പറയുന്നതിന്റെ താഴെ കാണുന്നത്. അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നതാണ് ആ ഒരു സൈഡിൽ, റൈറ്റ് സൈഡിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അക്ഷാസ്ഥികൂടത്തിൽ ആരൊക്കെയാണ് വരുന്നത്? തലയോട്. തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 29 അസ്ഥികളാണ് തലയോട്ടിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കഴിഞ്ഞ പ്രിലിംസിന് വാരിയെല്ലുകളിലെ അസ്ഥികൾ എത്രയാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതിൽ ഓരോന്നിലും എത്ര എണ്ണാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? തലയോട് വരുന്നുണ്ട്, മാറെല്ല് വരുന്നുണ്ട്, വാരിയെല്ലുകൾ, നട്ടെല്ല്. ഇത്രയും ഭാഗം വരുന്നത് എവിടെയാണ്? അക്ഷാസ്ഥികൂടത്തിലാണ്. അപ്പൊ ഇതിൽ ഓരോന്നിന്റെയും എണ്ണം പഠിച്ചിരിക്കുക. തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം 29 ആണ്. മാറെല്ല് പിന്നെ നമുക്കറിയാം ഒരെണ്ണമാണ് മാറെല്ലുള്ളത്. വാരിയെല്ലുകൾ എത്രയാണ്?
ഒരു സൈഡിൽ 12, അങ്ങനെ രണ്ട് ഭാഗത്തും കൂടെ എത്ര വരും? 24 വാരിയലുകൾ. കഴിഞ്ഞ 10th പ്രിലിംസിന് ഇതാണ് ചോദിച്ചത്, വാരിയലുകളുടെ എണ്ണമാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ 12 × 2 24. നട്ടെല്ലുകളിലെ അസ്ഥികൾ എത്രയാണ്? 26 ആണ്. 26. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അക്ഷാസ്ഥി കൂടം. തലയോട് 29, മാറെല്ല് 1, വാരിയല്ലുകൾ 24, നട്ടെല്ല് 26. ഇനി അനുബന്ധാസ്ഥി കൂടത്തിൽ വരുന്നത് ആരൊക്കെയാണ്? തോൾവലയം, കൈകളിലെ അസ്ഥികൾ, ശ്രോണീവലയം, കാലിലെ അസ്ഥികൾ, ഇത്രയും ചേരുന്നതാണ് അനുബന്ധാസ്ഥി കൂടം. അതിൽ ഓരോന്നിന്റെയും അസ്ഥികളുടെ എണ്ണം നമുക്ക് പഠിക്കണം. തോൾവലയത്തിൽ എത്ര വരും? ഒരു ഭാഗത്ത് 2, അങ്ങനെ രണ്ട് ഭാഗത്തും കൂടെ ചേർന്ന് 2 × 2 4. ഓക്കെ, കൈകളിലെ അസ്ഥികൾ ഒരു ഭാഗത്ത് എത്രയാണ്? 30 അസ്ഥികളാണ്. അങ്ങനെ രണ്ട് കൈകളിലും കൂടെ ചേരുമ്പോൾ 60. 30 × 2 60. ശ്രോണീവലയം എത്രയാണ്? ഓരോന്നാണ് ഓരോ ഭാഗത്ത്, അപ്പോൾ 2 × 1 2. ദെൻ കാലിലെ അസ്ഥികൾ എത്രയാണ്? ഒരു ഭാഗത്ത് 30, അങ്ങനെ രണ്ട് ഭാഗത്തും കൂടെ 30 × 2 60 അസ്ഥികളാണ് കാലിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അക്ഷാസ്ഥി കൂടം, അനുബന്ധാസ്ഥി കൂടം, ഓരോ അസ്ഥികളുടെയും എണ്ണം കൂടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ മാതൃക അസ്ഥി സന്ധി എന്ന് പറഞ്ഞൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമുക്ക് തരുണാസ്ഥി. നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്താണ്? തരുണാസ്ഥി എന്നാണ് അടുത്ത ഓപ്ഷൻ തന്നിട്ടുള്ളത്. അപ്പൊ തരുണാസ്ഥി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നതാണ് എന്ത്? തരുണാസ്ഥി. ഓക്കെ, അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നത് ആരാണ്? തരുണാസ്ഥിയാണ്. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് വായിക്കാം. സൈനോവിയൽ സ്തരം എന്താണ്? സൈനോവിയൽ ദ്രവം സ്രവിപ്പിക്കുന്നു. സൈനോവിയൽ ദ്രവം എന്താണ് ചെയ്യുന്നത്? അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നു. അടുത്ത ഭാഗം ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അടുത്തത് സ്നായുക്കൾ എന്ന് പറയുന്നത് അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ച് നിർത്തുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ തരുണാസ്ഥി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പിക്ചർ ഇവിടെ എടുത്തത്. ഓക്കെ, അപ്പോൾ അതുകൂടെ ഒന്ന് പഠിക്കാം. പിന്നെ അടുത്ത നമ്മുടെ ഓപ്ഷനിൽ കണ്ട ആളാരാണ്? അസ്ഥി, തരുണാസ്ഥി, ഇനാമൽ കഴിഞ്ഞു കഴിഞ്ഞാൽ കോർണിയ, അല്ലെ? കോർണിയ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കോർണിയയെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ SCERT-യിൽ കണ്ണിലെ പാളികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് ഓരോ ഭാഗവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ണിലെ പാളികൾ എന്ന് പറയുമ്പോൾ 3 പാളികളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ദൃഢപടലം അഥവാ സ്ക്ലീറ, രക്തപടലം അഥവാ കൊറോയിഡ്, ദൃഷ്ടിപടലം അഥവാ റെറ്റിന. ഓക്കെ, ദൃഢപടലം അഥവാ സ്ക്ലീറ, രക്തപടലം അഥവാ കൊറോയിഡ്, ദൃഷ്ടിപടലം അഥവാ റെറ്റിന. അതിൽ ദൃഢപടലം എന്താണ് ചെയ്യുന്നത്? കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് എന്ത്? ദൃഢപടലം. യോജക കലയാൽ നിർമ്മിതമാണ്. ദെൻ രക്തപടലം എന്താണ്? ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് രക്തപടലം. ദൃഷ്ടിപടലം എന്ന് പറയുന്നത് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ്. കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി ദൃഢപടലം. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് രക്തപടലം. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് എന്ത്? ദൃഷ്ടിപടലം അഥവാ റെറ്റിന. ഇനി ദൃഢപടലത്തിന്റെ ഭാഗത്ത് വരുന്നതാണ് കോർണിയയും കൺജക്റ്റൈവയും. ഓക്കെ, നമുക്ക് കോർണിയ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലേ? അപ്പോൾ അവിടെ കോർണിയ എന്ന് പറയുന്നത് ഏതിന്റെ ഭാഗമാണ്? ദൃഢപടലത്തിന്റെ ഭാഗമാണ്. അപ്പൊ കോർണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ്. ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആരാണ്? കോർണിയാണ്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആരാണ്? കോർണിയാണ്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കൺജക്റ്റൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഢപടലത്തിന്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജക്റ്റൈവ. വായിച്ചു നോക്കുക. അടുത്തത് ഐറിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിന്റെ ഭാഗമാണ്. മെലാനിൻ എന്ന വർണ്ണവസ്തുവിന്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നുണ്ട്. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്നതിന്റെ കാരണം എന്താണ്? മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ്. അത് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് കേട്ടോ. ഐറിസിന്റെ ഇരുണ്ട നിറത്തിന് കാരണം എന്താണ്? മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ്. അടുത്ത ഭാഗം പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ്. പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ച് ഇതിന്റെ വലുപ്പം ക്രമീകരിക്കപ്പെടുന്നു. അടുത്തത് ലെൻസ് എന്ന് പറയുന്നത് എന്താണ്? സുതാര്യവും ഇലാസ്തികതയുള്ളതുമായിട്ടുള്ള കോൺവെക്സ് ലെൻസ് ആണ്. സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധിച്ചിരിക്കുന്നു.
അടുത്തത് സീലിയറി പേശികൾ. ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ. ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിന്റെ വക്രത ക്രമീകരിക്കുന്നു. അപ്പൊ ലെൻസിന്റെ വക്രതയെ ക്രമീകരിക്കുന്നത് ആരാണ്? സീലിയറി പേശികളുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലുമാണ്. ദെൻ അടുത്ത പാർട്ടാണ് പീതബിന്ദു. പീതബിന്ദു എന്ന് പറയുമ്പോൾ റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പീതബിന്ദുവിലാണ്. അടുത്തത് അന്ധബിന്ദു. അന്ധബിന്ദു എന്ന് പറയുമ്പോൾ റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു. ഇവിടെ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കാഴ്ചയില്ല. ഓക്കെ, അപ്പൊ ഏറ്റവും തെളിമയുള്ള കാഴ്ചയുള്ളത് പീതബിന്ദുവിലും കാഴ്ചയില്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു. ദെൻ നേത്രനാടി എന്താണ്? പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നും ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലോട്ട് കൊണ്ടുപോകുന്നത് നേത്രനാടിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ കോർണിയ പറയാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് കിട്ടിയില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. നമ്മൾ 4 ഓപ്ഷനും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത്? ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അസ്കോർബിക് ആസിഡ് ആണ് ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നുള്ളത് അറിയണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വരാം അല്ലേ. അപ്പോൾ ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ജീവകം എ എന്താണ്? റെറ്റിനോൾ ആണ്. ജീവകം എ റെറ്റിനോൾ. ദെൻ ബി കോംപ്ലക്സിൽ വരുന്നത് ആരൊക്കെയാണ്? B1 മുതൽ B12 വരെയുള്ളതാണ് ബി കോംപ്ലക്സ് അല്ലെ. B1 മുതൽ B12 വരെയുള്ള ആളുകളാണ് ബി കോംപ്ലക്സിൽ വരുന്നത്. അപ്പൊ അവരാരൊക്കെയാണ്? B1ന്റെ രാസനാമം തയാമിൻ ആണ്. B2 റൈബോഫ്ലാവിൻ. B3 നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്. B5 പാൻറ്റോത്തിനിക് ആസിഡ്. B6 പിരിഡോക്സിൻ. B7 ബയോട്ടിൻ. B9 ഫോളിക് ആസിഡ്. B12 സയനോകൊബാളമിൻ. ഇപ്പൊ ഇത്രയുമാണ് എവിടെ വരുന്നത്? ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോത്തിനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയനോകൊബാളമിൻ. ബാക്കിയുള്ളത് നമ്മുടെ ഓപ്ഷൻ അല്ലാത്തത് പറഞ്ഞു നമ്മൾ അസ്കോർബിക് ആസിഡ് എന്ന്. അതെന്താണ്? ജീവകം സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. ജീവകം ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ. ജീവകം ഇയുടെ രാസനാമമാണ് ടോക്കോഫെറോൾ. ജീവകം കെയുടെ രാസനാമമാണ് ഫിലോക്യുനോൺ. ഓക്കെ, അപ്പോൾ ഈ രാസനാമങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. കൂടാതെ നമ്മുടെ SCERT-യിൽ നമുക്കൊരു ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ വൈറ്റമിൻ അത് എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ വൈറ്റമിൻ എ അല്ലെ, വൈറ്റമിൻ എ. അതിന് മുന്നേ വൈറ്റമിനെ ഡിവൈഡ് ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നത് നോക്കൂ. വൈറ്റമിൻ ഇവിടെ കണ്ടോ, A-B-C അല്ലെ, D-E-K എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലിവിടെ റെഡ് ലൈൻ വെച്ച് ഇതിനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. റെഡ് ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? വെള്ളത്തിൽ ലയിക്കുന്നവ, കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നിങ്ങനെ രണ്ടായിട്ട് എന്തിന് തിരിച്ചിട്ടുണ്ട്? വൈറ്റമിൻസിനെ ഇവിടെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കുക, വെള്ളത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? B-C, വൈറ്റമിൻ ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ഇനി ബാക്കിയുള്ളത് എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ഏതൊക്കെ? A-D-E-K എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. പിക്ചർ കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ വെള്ളത്തിൽ ലയിക്കുന്നവ വൈറ്റമിൻ ബി, വൈറ്റമിൻ സി. കൊഴുപ്പിൽ ലയിക്കുന്നവ വൈറ്റമിൻ A-D-E-K. ഓക്കെ, അത് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് കേടാണ് എന്ന് ഓർത്താൽ മതി. കേടാ, KEDA. ഓക്കെ, KEDA. കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് കേടാ എന്ന് ഓർത്താൽ മതി. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്നവ കിട്ടി. ഇനി ഓരോ വൈറ്റമിനെ കുറിച്ച് നോക്കാം. വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില, ഇതിലൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിലൊക്കെയാണ് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത്? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില, ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ എ ആണ്. ദെൻ
കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം, നമുക്ക് കണ്ണിന്റെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ജീവകം ഏതാണ് എന്ന് ഇതേ ചോദ്യപേപ്പറിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ഫ്ലോ ചാർട്ട് കൂടെ എടുത്തത്. ഓക്കെ, അപ്പം കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നതും ജീവകം എ ആണ്. അടുത്ത ജീവകം ബി അല്ലേ, നമുക്ക് അല്ലെങ്കിൽ കൊഴുപ്പിലേക്കുന്നത് ആദ്യം പഠിക്കാം. വൈറ്റമിൻ ഡി എന്തൊക്കെയാണ്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതാണ് എന്ത്? ഡി. പാലുൽപ്പന്നങ്ങളിലാണ് കാണപ്പെടുന്നത്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു പാലുൽപ്പന്നങ്ങൾ വഴിയാണ് വിറ്റമിൻ ഡി. ദെൻ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നത് ആരാണ്? വൈറ്റമിൻ ഡി ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ്. അടുത്തത് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്നതാണ് വൈറ്റമിൻ ഇ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഇ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം. ഇനി അടുത്ത വൈറ്റമിൻസ് നോക്കാം. വൈറ്റമിൻ ബി ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ ബി ആണ്. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില. ഇനി ഇവിടെ ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുക, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? വൈറ്റമിൻ ബി ആണ്. അടുത്തത് വൈറ്റമിൻ സി എവിടെയൊക്കെയാണുള്ളത്? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. ഇത് ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം. അടുത്ത വൈറ്റമിൻ കെ ആണ്. കെ എവിടേക്കാണ് അടങ്ങിയിട്ടുള്ളത്? ക്യാബേജ്, ചീര, കോളിഫ്ലവർ. ക്യാബേജ്, ചീര, കോളിഫ്ലവർ. മുറിവുണ്ടാവുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഓക്കെ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? കഴിഞ്ഞ പ്രിലിംസിൽ ചോദിച്ചിരുന്നു. വൈറ്റമിൻ കെ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയല്ലോ. ഇനി അടുത്തത് ഇരുമ്പ് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണമാണ്. ഇരുമ്പ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര, കരൾ തുടങ്ങിയവയിലാണ്. ദെൻ കാൽസ്യവും ഫോസ്ഫറസും എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാൽസ്യം, ഫോസ്ഫറസും ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിലാണ്. അടുത്തത് സോഡിയം ധാരാളമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്തുന്നത് സോഡിയമാണ്. സോഡിയം അടങ്ങിയിട്ടുള്ളത് കറിയുപ്പിലാണ്. ദെൻ അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കുമാണ് അയഡിൻ. കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല എന്നിവയിലാണ് അയഡിൻ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതും പഠിച്ചു വെച്ചേക്കാം. ഇനി നമ്മൾ വൈറ്റമിൻ എ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ, വൈറ്റമിൻസ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിന്റെ അപര്യാപ്തത രോഗം കൂടെ നമുക്കറിയണം. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗം എന്താണ്? നിശാന്തതയാണ്. നിശാന്തത എന്ന് വെച്ചാൽ എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്തത. അടുത്തത് വൈറ്റമിൻ ബിയുടെ അപര്യാപ്തത രോഗമാണ് വായ്പുണ്ണ്. എന്ന് വെച്ചാൽ എന്താണ്? വായില് വ്രണങ്ങൾ വരിക. ഓക്കെ, അടുത്തത് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രിലിംസിന്. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം സ്കർവി എന്ന് വെച്ചാൽ മോണയിൽ പഴുപ്പും രക്തസ്രാവവും വരിക. അടുത്തത് വൈറ്റമിൻ ഡി കണയാണ്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു, അതാണ് കണ. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗം കണയാണ്. അത് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നതാണ് കണ എന്ന് വെച്ചാൽ. ദെൻ ഇരുമ്പിന്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ. രക്തക്കുറവും വിളർച്ചയുമാണ് അനീമിയയുടെ ലക്ഷണം. ദെൻ അയഡിന്റെ അപര്യാപ്തത രോഗം എന്താണ്? ഗോയിറ്റർ ആണ്. തൊണ്ടയിൽ മുഴ വരുന്നതാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത്. അടുത്ത ചോദ്യം, രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹീമോഫീലിയ. അപ്പൊ അതുപോലെ തന്നെ രോഗങ്ങളും അവയുടെ അപരനാമങ്ങളും കുറച്ചെണ്ണം പഠിച്ചു വെക്കണം. അപ്പൊ ഏതൊക്കെയാണ് നോക്കാം. ചിക്കൻ പോക്സിന്റെ വാരിസെല്ല ചിക്കൻ പോക്സ്. സ്മോൾ പോക്സ് വാരിയോള സ്മോൾ പോക്സ്.
ജർമ്മൻ മീസിൽസ് റുബെല്ല എന്നറിയപ്പെടുന്നത് ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്നത് റൂബിയോള. ദെൻ ടെറ്റനസിന്റെ ലോക്ജോ ഡിസീസ് കുതിരസന്നി, ലോക്ജോ ആണ് കേട്ടോ, ലോക്ജോ ഡിസീസ് കുതിരസന്നി എന്നൊക്കെ അറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. വില്ലൻ ചുമ അറിയപ്പെടുന്നത് പെർട്ടൂസിസ് എന്നാണ്. കൺജക്റ്റിവിറ്റീസ് പിങ്ക് ഐ എന്നാണ് അറിയപ്പെടുന്നത്, ക്ഷയം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വൈറ്റ് പ്ലേഗ് എന്ന് അറിയപ്പെടുന്നത് ക്ഷയമാണ്. പ്ലേഗ് അറിയപ്പെടുന്നത് കറുത്ത മരണം. പ്ലേഗ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കറുത്ത മരണം. അടുത്തത് ഗോയിറ്റർ എന്ന് പറയുന്നത് ഗ്രേവ്സ് ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്, ഗ്രേവ്സ് ഡിസീസ് ആണ് ഗോയിറ്റർ. ട്യൂബർകുലോസിസ് കോക്സ് ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്, കോക്സ് ഡിസീസ് എന്നറിയപ്പെടുന്നു. എലിപ്പനി അറിയപ്പെടുന്നതാണ് വീൽസ് ഡിസീസ്. ദെൻ മലമ്പനി അറിയപ്പെടുന്നതാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ. കുഷ്ഠം ഹാൻസൻസ് ഡിസീസ്. ഡെങ്കിപ്പനി അറിയപ്പെടുന്നത് ബ്രേക്ക് ബോൺ ഡിസീസ്. ആന്ത്രാക്സ് അറിയപ്പെടുന്നതാണ് ഈജിപ്തിലെ അഞ്ചാം പ്ലേഗ്. സാൾസ് അറിയപ്പെടുന്നതാണ് കില്ലർ ന്യൂമോണിയ. ഹീമോഫീലിയ നമ്മൾ പറഞ്ഞു, രാജകീയ രോഗം, ക്രിസ്തുമസ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്, ക്രിസ്തുമസ് രോഗം. ദെൻ രക്തസമ്മർദ്ദം അറിയപ്പെടുന്നത് നിശബ്ദനായ കൊലയാളി. സിക്കിൾ സെൽ അനീമിയ അറിയപ്പെടുന്നതാണ് അരിവാൾ രോഗം. സ്കർവി അറിയപ്പെടുന്നത് നാവികരുടെ പ്ലേഗ് എന്നാണ്, ഓക്കെ. ഇനി അപ്പോൾ നമ്മൾ അവിടെ പറയാത്ത കുറച്ച് രോഗങ്ങൾ ഇവിടെയും കൂടി ഉണ്ടാവും, അപ്പോൾ അതും കൂടെ ചേർത്ത് നിങ്ങൾ പഠിക്കുക കേട്ടോ. പിങ്കൈ ഒക്കെ നമ്മൾ പറഞ്ഞു. വിഷൂചിക നമ്മൾ പറഞ്ഞിട്ടില്ല, വിഷൂചിക കോളറയാണ്. ദെൻ ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്നത് പേവിഷബാധയാണ്. പേവിഷബാധ പറഞ്ഞത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, ഓക്കെ. ദെൻ ഡാൾട്ടണിസം എന്നറിയപ്പെടുന്നത് വർണ്ണാന്തതയാണ്, ഓക്കെ. വർണ്ണാന്തത. മറവി രോഗം എന്നറിയപ്പെടുന്നത് അൽഷിമേഴ്സ് ആണ്, തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത് എന്താണ്? ഡിഫ്തീരിയ ആണ്. ദെൻ അതുപോലെ തന്നെ നാസോഫാരിഞ്ചൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത് ജലദോഷമാണ്, ജലദോഷം. ഗ്രിഡ് രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്, ഓക്കെ. കിങ്സ് ഈവിൾ എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. വേസ്റ്റിംഗ് ഡിസീസസ്, കിങ്സ് ഈവിൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ക്ഷയമാണ്, ഓക്കെ. അപ്പൊ ഇത്രയും രോഗങ്ങളും അവയുടെ അപരനാമങ്ങളും പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 4ഉം ആണ്. ഏതൊക്കെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, അതുപോലെ തന്നെ കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശ്ശൂർ എന്നുള്ളതാണ് കറക്റ്റ്. ബാക്കി 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത് SCERT-യിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ SCERT-യിൽ അവിടെ കറക്റ്റായിട്ട് അതൊരു ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് പഠിച്ചു വെക്കുക. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമ്മളോട് PSC ചോദിച്ചത്, ഓക്കെ. കഴിഞ്ഞ 5 ഘട്ടങ്ങളിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ഭാഗമാണിത്. അപ്പോൾ കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തി തൃശ്ശൂരാണ്. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയമാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ്, ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത്രയും ഭാഗത്ത് നിന്നാണ് PSC ഈ 5 ഘട്ടങ്ങളിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അതിന്റെ കൂട്ടത്തിൽ ഇവിടെ ടിഷ്യൂ കൾച്ചറിനെ കൂടെ പറയുന്നുണ്ട്, അതും ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാമാണ്? കേരളത്തിലെ നെല്ലിനങ്ങൾ പവിത്രയും അന്നപൂർണയുമാണ്. ഓപ്ഷൻ ഡി 1ഉം 4ഉം ആണ് ആൻസർ.
ഈ ഒരു ചോദ്യം എടുത്തിട്ടുള്ളതും SCERT നിന്നാണ്. ഈ ഒരു ചോദ്യം മാത്രമല്ല, കഴിഞ്ഞ 5 ഘട്ടങ്ങളിലും SCERT നിന്ന് തന്നെയാണ് ഈ ഭാഗത്ത് നിന്ന് 5 ഘട്ടങ്ങളിലും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 6 ചോദ്യങ്ങളോളം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. SCERT ഇവിടെ കൊടുത്തിട്ടുണ്ട് സങ്കര ഇനം തെങ്ങ് എന്ന് പറഞ്ഞിട്ട് സങ്കരയിനം തെങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും കൂടെ ചേരുന്നതാണ് ചന്ദ്രലക്ഷ. കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചതായിരുന്നു ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിലാണ്? ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും കൂടെ ചേരുന്നതാണ് ചന്ദ്രശങ്കര. ഓക്കെ, അപ്പൊ ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച്. ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോള്. ലക്ഷഗംഗ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോന്തവും കൂടെ ചേരുന്നതാണ് ലക്ഷഗംഗ. ഓക്കെ, അപ്പൊ ഈ തെങ്ങിന്റെ സങ്കരയിനം ഇത് 3ഉം പഠിച്ചിരിക്കുക. ബാക്കിയുള്ളത് കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. നെല്ല് നമ്മളോട് ഇപ്പൊ ചോദിച്ചു അല്ലെ, പവിത്രയും അന്നപൂർണയുമാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പഠിച്ചു വെച്ചാൽ മതി, ഈ ഒരു കോളം പഠിക്കുക കേട്ടോ. നെല്ലിന്റെ ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. ഇത് 3ഉം നെല്ലിന്റെ സങ്കരയിനങ്ങളാണ്. അടുത്തത് പയറിന്റെ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. നമ്മുടെ ഓപ്ഷനിൽ ജ്യോതികയുണ്ട് അല്ലെ. ജ്യോതിക എന്ന് പറയുന്നത് എന്താണ്? പയറാണ്. പയർ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നൊക്കെ പറയുന്നത് എന്താണ്? പയറാണ്. ദെൻ പച്ചമുളകിന്റെ പേരുകളാണ്, സങ്കരയിനങ്ങളാണ്. ഉജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ഉജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നതൊക്കെ പച്ചമുളകാണ്. വെണ്ടയ്ക്കയുടെ പേരുകളാണ്, സങ്കരയിനങ്ങളാണ്. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. അടുത്തത് വഴുതനയുടേതാണ്. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ഇവിടെ ജ്വാലാമുഖി എന്നുള്ളത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു അല്ലെ. പച്ചമുളകിൻ്റെതാണ് ജ്വാലാമുഖി. ജ്യോതിക പയറിൻ്റെതാണ്. സൂര്യ, ശ്വേത, ഹരിത, നീലിമ ഇത് വഴുതനങ്ങയുടേതാണ്. മുക്തി, അനഘ, അക്ഷയ ഇത് തക്കാളിയുടേതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ പലതും കഴിഞ്ഞ പ്രിലിംസിന് ഓപ്ഷൻ ആയിട്ടും അല്ലാതെയും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ടേബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ നമ്മളോട് കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചതാണ് ഉൽപാദനത്തിൽ പുതിയ കുതിപ്പുമായി പ്രിയങ്ക. മണ്ണൂത്തിയിൽ ഉൽപ്പാദിപ്പിച്ച പുതിയ ഇനം പാവൽ ഏതാണ് എന്നുള്ളത് പ്രിയങ്കയാണ്. കണ്ടോ, മണ്ണൂത്തി. ഉൽപാദനത്തിൽ പുതിയ കുതിപ്പുമായി പാവൽ ഇനം പ്രിയങ്ക. കേരള കാർഷിക സർവകലാശാലയിലാണ് ഈ ഇനം വികസിപ്പിച്ചെടുത്തത്. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തിയിലാണ്. നമ്മളിപ്പോൾ പഠിച്ചു, തൃശ്ശൂരാണ് അല്ലെ. കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. അപ്പൊ പ്രിയങ്ക മണ്ണൂത്തിയാണ്. ഓക്കെ, അതും കൂടെ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും ഭാഗത്ത് നിന്നാണ് നമുക്ക് 6 ചോദ്യം കഴിഞ്ഞ 5 ഘട്ടങ്ങളിലായിട്ട് കിട്ടിയത്. അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഷുവർ ആണ് 6ാം ഘട്ടത്തിൽ മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി 1, 2, 4 ഏതൊക്കെയാണ്? ഡയറിയ, ടൈഫോയിഡ്, കോളറ. ഡയറിയ, ടൈഫോയിഡ്, കോളറ. ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളതും SCERT നിന്ന് തന്നെയാണ്. പകരുന്ന രീതികൾ, പരക്കുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞ് SCERT ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ നിന്നാണ് ഇതൊരു ചോദ്യം വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ അല്ലെ. ഇപ്പൊ ഇവിടെ വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് കണ്ടോ. അതിൽ പരക്കുന്ന രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. കണ്ടോ, എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടല്ലേ, ടൈഫോയിഡ്, കോളറയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം ഇതെല്ലാമാണ് വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്നത്. ഇനി വായുവിലൂടെ പകരുന്നത് ഏതൊക്കെയാണ്? ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം ഇതെല്ലാം വായുവിലൂടെ പകരുന്നതാണ്. ദെൻ ഈച്ച മുഖേന പകരുന്നതാണ് കോളറയും വയറിളക്കവും. കോളറയും വയറിളക്കവും. കൊതുക് മുഖേന പകരുന്നതാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ. മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ എന്നിവ കൊതുക് മുഖേന പരക്കുന്നതാണ്. ദെൻ സമ്പർക്കം മുഖേന പരക്കുന്നതാണ് ചെങ്കണ്ണ്, കുഷ്ഠം. ചെങ്കണ്ണ്, കുഷ്ഠം എന്നിവ സമ്പർക്കം മുഖേന പരക്കുന്നതാണ്. ഓക്കെ, പകരുന്ന രീതികളും പരക്കുന്ന രോഗങ്ങളും ഈ ഒരു ടേബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ.
കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാവുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളതും SCERTയിൽ നിന്നാണ്. SCERTയിൽ അതൊരു ചിത്രമായിട്ടാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? മുകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അങ്ങോട്ടും ചില ആരോ മാർക്ക് ഉണ്ട്, അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടും ആരോ മാർക്ക് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? ആദ്യത്തെ ആരോ മാർക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അല്ലേ, പ്ലാന്റ്സിലോട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത് സസ്യങ്ങൾ എന്തിന്റെ സമയത്ത് പ്രകാശ സംശ്ലേഷണം എഴുതിയിരിക്കുന്നുണ്ടോ? പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സസ്യങ്ങൾ സ്വീകരിക്കുന്നത്. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി തിരിച്ചങ്ങോട്ടുള്ള ആരോ മാർക്ക് കണ്ടോ? വിഘടനം, ജ്വലനം, ശ്വസനം അതൊക്കെ ചെയ്യുന്ന സമയത്ത് പ്ലാന്റ്സ് അങ്ങോട്ട് പുറത്തോട്ട് വിടുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കണ്ടോ, പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ വന്ന് പ്ലാന്റ്സിലോട്ട് എത്തുന്നു, പ്ലാന്റ്സ് സ്വീകരിക്കുന്നു. ദെൻ വിഘടനം, ജ്വലനം, ശ്വസനം നടക്കുന്ന സമയത്ത് പ്ലാന്റ്സിന്റെ അടുത്ത് നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ട് പുറത്തോട്ട് പോകുന്നു. അത് രണ്ടും മനസ്സിലായല്ലോ. അടുത്ത പിക്ചർ നോക്കുക. ജ്വലനം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ? ഇവിടെ കൽക്കരിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. കൽക്കരിക്ക് ജ്വലനം സംഭവിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തു വരുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞത് കറക്റ്റ് അല്ലേ. കൽക്കരി, ഇവിടെ പെട്രോളിയം, പ്രകൃതിവാതകം ഇതെല്ലാം ജ്വലനം സംഭവിക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തു വിടുന്നത്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, അപ്പൊ അതെല്ലാം എന്താണ്? ഫോസിൽ ഇന്ധനങ്ങളാണ്. അത് ജ്വലിക്കുന്ന സമയത്ത് പുറത്തോട്ട് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കറക്റ്റ് ആണല്ലോ. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. ഇവിടെ ജലജീവികൾ, ഷെല്ലുകൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. ജലജീവികൾ, ഷെല്ലുകൾ, ഇതിന്റെ അടിയിൽ നോക്കുക ചോക്ക്, ചുണ്ണാമ്പ് കല്ല് ഇതിനെല്ലാം താപവിഘടനം സംഭവിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരുന്നുണ്ട്. ചോക്ക്, ചുണ്ണാമ്പ് കല്ല് എന്നിവയ്ക്ക് താപവിഘടനം സംഭവിക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരുന്നുണ്ട്. പിന്നെന്താണ് സംഭവിക്കുന്നത്? ജീർണനം അല്ലെ. ഇവിടെ എന്താണ്? പശു, ആട് അതിന്റെ എല്ലാം ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. മൃഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സസ്യങ്ങൾ, ഇവിടെ സസ്യങ്ങളുടെ ചിത്രമുണ്ട്. ആ സസ്യങ്ങളെ ആര് ഭക്ഷിക്കുന്നുണ്ട്? മൃഗങ്ങൾ ഭക്ഷിക്കുന്നു. ആ മൃഗങ്ങൾ ജീർണിക്കുകയും അല്ലെ ശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് പുറത്തു വിടുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ജീർണനം, ശ്വസനം എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? മൃഗങ്ങൾ ജീർണിക്കുകയും ശ്വസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പുറത്തു പോകുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ പ്ലാന്റ്സിന് ജീർണനം, മർദ്ദം, ജീർണനം സംഭവിക്കുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? കൽക്കരിയായിട്ട് മാറുന്നത് അല്ലെ. സസ്യങ്ങളാണ്. അപ്പൊ ഹരിത സസ്യങ്ങൾ ജീർണനം സംഭവിക്കുമ്പോഴാണ് അത് കൽക്കരിക്ക് ജ്വലനം സംഭവിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നു. ദെൻ അവിടെ അടുത്തത് നോക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ജലത്തിന്റെ ആരോമാർക്ക് എങ്ങോട്ടാണ് പോകുന്നത്? ജലത്തിനകത്ത് ആരുണ്ട്? ജലജീവികളും ഷെല്ലുകളും ഉണ്ട് അല്ലെ. ജലജീവികളും ഷെല്ലുകളും ഉണ്ട്. ദെൻ അത് അതിന്റെ അടിയിൽ എന്താണ്? ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, അത് നമ്മൾ പറഞ്ഞു താപവിഘടനം സംഭവിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പിക്ചറിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. നമ്മുടെ ഓപ്ഷൻ എന്തൊക്കെയായിരുന്നു? ഓപ്ഷൻ കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു. അത് നമ്മൾ അടുത്ത് പറയുന്നുണ്ട്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഒക്കെ ജ്വലിക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് എവിടെ പറയുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉപയോഗങ്ങൾ അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നു. സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഓക്കെ, അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നു. സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ എന്നിവയുടെ നിർമ്മാണത്തിന്. യൂറിയ പോലുള്ള രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന കാർബോജനിൽ
കാർബോജനിൽ എന്തുപയോഗിക്കുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് 5% കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിനുള്ള കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന എന്താണ്? കാർബോജൻ ആണ്. കാർബോജനിൽ 95% ഓക്സിജനും 5% കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപമായ ഡ്രൈ ഐസ് ശീതീകാരിയായും സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായിട്ടുള്ള ദൃശ്യങ്ങൾ നിർമ്മിക്കുവാനും ഉപയോഗിക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപമാണ് എന്ത്? ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഇത് ശീതീകാരിയായും സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായിട്ടുള്ള ദൃശ്യങ്ങൾ നിർമ്മിക്കുവാനും ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ എന്തായിരുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു. ആ ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അന്തരീക്ഷ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം അന്തരീക്ഷ താപനില ഉയരുന്നതിനെയാണ് ഹരിതാലയ പ്രഭാവം, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് മൂലം ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും ശരാശരി താപനില ഉയരുന്നു. ഇതിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്തിനു കാരണം? ആഗോളതാപനത്തിന് കാരണം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് കൊണ്ട് അന്തരീക്ഷ താപനില ഉയരുന്നു. അതിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാകുമ്പോൾ ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും ശരാശരി താപനില മൊത്തത്തിൽ ഉയരുന്നു. ഇതിനെയാണ് ആഗോളതാപനം അഥവാ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനു കാരണമാവുന്നുണ്ട്? ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോളതാപനത്തിന് കാരണമാവുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ കിട്ടി, മൂന്നാമത്തെ ഓപ്ഷനും കിട്ടി. ഇനി നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നു. അതെന്തുകൊണ്ടാണ് തെറ്റാവാൻ കാരണം? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് കാർബൺ മോണോക്സൈഡിനെ കുറിച്ച്. കാർബൺ മോണോക്സൈഡ് നോക്കാം. കാർബൺ വളരെയധികം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. എന്നാൽ കാർബണിന്റെ അളവ് കൂടുകയോ ഓക്സിജന്റെ അളവ് കുറയുകയോ ചെയ്താൽ പ്രവർത്തനം നടക്കുന്ന വിധമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2C+ ഓക്സിജൻ ഗീസ് 2CO. 2CO എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന വാതകം എന്താണ്? കാർബൺ മോണോക്സൈഡ് ആണ് അല്ലെ. അപ്പോൾ ഇതൊരു വിഷവാതകമാണ് കാർബൺ മോണോക്സൈഡ്. ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ അപൂർണ ജ്വലനം നടക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നു. കാർബൺ മോണോക്സൈഡ് ശ്വസിക്കേണ്ടി വന്നാൽ, ശ്രദ്ധിക്കുക, നമ്മുടെ എക്സാമിന് അവിടെ തെറ്റ് വന്ന പോയിന്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാർബൺ മോണോക്സൈഡ് ശ്വസിക്കാനിട വന്നാൽ എന്ത് സംഭവിക്കും? രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അപ്പൊ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത്. ഇതുമൂലം രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള കഴിവ് കുറയുകയും മരണത്തിനിടയാവുകയും ചെയ്യുന്നു. അപ്പോൾ കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനും കൂടെ ചേരുമ്പോഴാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി കാർബൺ മോണോക്സൈഡ് നമ്മൾ പറഞ്ഞു. കാർബൺ മോണോക്സൈഡിന്റെ ഉപയോഗങ്ങളാണ് പറയുന്നത്. വാതക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. വ്യാവസായിക ഇന്ധനങ്ങളായിട്ടുള്ള വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം മഗ്നീഷ്യം ആണ്. മഗ്നീഷ്യം. അപ്പോൾ ഇവിടെ കാന്തം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നോക്കുക, കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത്, മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ആകർഷിക്കാത്തതിന് നമ്മൾ എന്ത് പറയും? അകാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ നോട്ട് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്നാണ് പറയുന്നത്. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക് ഇതെല്ലാം എന്താണ്? കാന്തിക വസ്തുക്കളാണ്, മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആണ്. ഇനി നമ്മുടെ ഉത്തരം, ഇരുമ്പിന്റെ കൂടെ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ് അൽനിക്കോ. അൽനിക്കോ എന്ന് പറഞ്ഞാൽ ഇരുമ്പിന്റെ കൂടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അലൂമിനിയം, കൊബാൾട്ട്, നിക്കലും കൂടെ ചേരുന്നുണ്ട്. അലൂമിനിയം, കൊബാൾട്ട്, നിക്കൽ പ്ലസ് ഇരുമ്പാണ് എന്തെന്ന് പറയുന്നത്? അൽനിക്കോ എന്ന് പറയുന്നത്. ഈ അൽനിക്കോ ഉപയോഗിച്ചിട്ടാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. കാന്തങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അൽനിക്കോ ആണ്. നിയോഡിമിയം, സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നത് അൽനിക്കോ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇരുമ്പിന്റെ കൂടെ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയ ലോഹങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അൽനിക്കോ. അൽനിക്കോ ഉപയോഗിച്ചിട്ടാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി കാന്തങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് നോക്കുക.
TV, റേഡിയോ, മൈക്ക് സെറ്റ്, ഓക്കെ, പബ്ലിക് അഡ്രസ് സിസ്റ്റം തുടങ്ങിയവയിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നത് സ്പീക്കറുകളാണ്. സ്പീക്കറുകളിൽ കാന്തം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ മൊബൈൽ ഫോണുകളിൽ, ഹെഡ്ഫോണുകളിൽ ഇതിലെല്ലാം നമ്മൾ കാന്തം ഉപയോഗിക്കുന്നുണ്ട്. കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെയാണ് കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന ഭാഗങ്ങളെയാണ് മാഗ്നറ്റിക് പോൾസ് അഥവാ കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നത്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് PSC മുൻവർഷം ചോദിച്ചിട്ടുള്ളതാണ്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയിടുമ്പോൾ കാന്തങ്ങൾ ഏത് ദിശയിലാണ് നിൽക്കുക? തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത്. തെക്ക് വടക്ക് ദിശയിലാണ്. അപ്പൊ ഇങ്ങനെ കാന്തങ്ങൾ നേരെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്കത് എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കപ്പൽ യാത്രക്കാർക്ക് ദിശ മനസ്സിലാക്കുന്നതിന്, കാടിനുള്ളിൽ ദിശ മനസ്സിലാക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ കാന്തങ്ങളാണ്. അപ്പൊ ഈ കാന്തങ്ങൾ എന്ത് ചെയ്യുക? ഒരു സ്വതന്ത്രമായിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടാൽ അത് തെക്ക് വടക്ക് ദിശയിലോട്ട് നിൽക്കും. അപ്പൊ നമുക്ക് ദിശ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കപ്പൽ യാത്രക്കിടയിലും കാടിനുള്ളിൽ ദിശ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ കാന്തങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? തെക്ക് വടക്കാണ് നിൽക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി കാന്തത്തിന്റെ ഒരേ തരം ധ്രുവങ്ങളെ എന്താണ് പറയുക? സജാതീയ ധ്രുവങ്ങൾ എന്നും വ്യത്യസ്ത തരം ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നുമാണ് പറയുന്നത്. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും അല്ലെ. ഒരേപോലുള്ള ധ്രുവങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വികർഷിക്കും. വ്യത്യസ്തമായിട്ടുള്ളതാണെങ്കിൽ എന്താണ്? അത് ആകർഷിക്കും. ഓക്കെ, അപ്പൊ അതും ഒന്ന് ഓർത്തിരിക്കുക. കാന്തത്തിന്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലും അകന്നു പോകുന്തോറും കാന്തിക ശക്തി കുറവുമായിരിക്കും. അപ്പൊ കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയാണ് നമ്മൾ എന്താ പറയുക? കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവ ഏതാണ്? ഉപലോഹങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജെർമേനിയം, സിലിക്കൺ, ആർസെനിക്. ഓക്കെ, ഇത് മൂന്നുമാണ് എന്തിൽ വരുന്നത്? ഉപലോഹങ്ങളുടെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ഇത് SCERTയിൽ കറക്റ്റായിട്ട് ഇവിടെ ഒരു P ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞ് ചിത്രസഹിതം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, P ബ്ലോക്ക് മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് P ബ്ലോക്കിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ 13, 14, 15, 16, 17, 18 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മൂലകങ്ങളിൽ ഓരോ കളർ വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ബ്ലൂ കളറിൽ കാണപ്പെടുന്നത് ലോഹങ്ങളാണ്. ഏതൊക്കെയാണ് ലോഹങ്ങൾ? ഇവിടെ അലുമിനിയം, ഗാലിയം അല്ലെ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ കാണുന്ന ഈ ബ്ലൂ കളറിൽ കാണപ്പെടുന്നതെല്ലാം എന്താണ്? ലോഹങ്ങളാണ്. ലോഹങ്ങൾ. അടുത്തത് പച്ച നിറത്തിൽ കാണപ്പെടുന്നത് അലോഹങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. പച്ച നിറത്തിൽ അലോഹങ്ങൾ ഏതൊക്കെയാണ്? ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ അങ്ങനെ വരുന്ന കാര്യങ്ങളാണ് എവിടെ വരുന്നത്? അലോഹങ്ങളിൽ വരുന്നത്. ഇനി നമ്മുടെ ഉത്തരം നോക്കുക, ഉപലോഹങ്ങൾ. ഉപലോഹങ്ങളാണ് ഈ ഓറഞ്ച് നിറത്തിൽ കാണപ്പെടുന്നത് അല്ലെ. ഏതൊക്കെയാണ്? സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക് അല്ലെ, ടെലൂറിയം, പൊളോണിയം, അസ്റ്റാറ്റിൻ, അതുപോലെ തന്നെ ആന്റിമണി അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉപലോഹങ്ങളിൽ വരുന്നത്. ഏതൊക്കെയാണ്? സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, എന്താണ്, ആന്റിമണി, ടെലൂറിയം, പൊളോണിയം, അസ്റ്റാറ്റിൻ ഇത്രയാണ് ഉപലോഹങ്ങളിൽ വരുന്നത്. അടുത്തത് ഉത്കൃഷ്ട മൂലകങ്ങൾ. റോസ് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഉത്കൃഷ്ട മൂലകങ്ങൾ. ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റഡോൺ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ളതാണ് എന്ത്? ഉത്കൃഷ്ട മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചിത്രം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ചിത്രം വെച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി അടുത്തത് സബ്ഷെല്ലുകൾ. അപ്പൊ നമ്മുടെ ഇവിടെ ഓപ്ഷനിൽ അതിന് മുന്നേ പറഞ്ഞു കേട്ടോ, ഓപ്ഷനിൽ നമുക്ക് ജെർമേനിയം, സിലിക്കൺ, ആഴ്സനിക്, അപ്പൊ അത് ഉപലോഹങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. D ആണ് ഉത്തരം. ബാക്കിയുള്ളത് ഓപ്ഷൻ A എന്താണ്? സോഡിയം, അലുമിനിയം, മഗ്നീഷ്യം. സോഡിയം, അലുമിനിയം, മഗ്നീഷ്യം ഇവിടെ വരുന്നുണ്ടോ? ഇല്ല അല്ലെ. ഇത് P ബ്ലോക്കിലേ വരുന്ന എന്താണ് മൂലകങ്ങളല്ല, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം ഒന്നും. അതുപോലെ തന്നെ അടുത്തത് ലിഥിയം, ഗാലിയം, ലെഡ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ എന്താണ് അത് ഏതിൽ വരുന്നതാണ്? ഇവിടെ ലെഡ് അല്ലെ. ലെഡ്, ഗാലിയം ഒക്കെ എവിടെ വരുന്നതാണ്? ലോഹങ്ങളിൽ വരുന്നതാണ് അല്ലെ. ലോഹങ്ങളിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. ഓരോ ഗ്രൂപ്പ് മൂലകങ്ങൾക്കും അതുപോലെ ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നോക്കാം. സബ്ഷെല്ലുകൾ.
സബ്ഷെല്ലുകൾ ഞാനിവിടെ എടുക്കാൻ കാര്യം ആ ഒരു ചാപ്റ്ററിലുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഇവിടെ എടുത്തിട്ടുണ്ട്. കാരണം സബ്ഷെല്ലുകളെ കുറിച്ച് നമുക്ക് കഴിഞ്ഞ പ്രിലിംസിന് നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ഘട്ടങ്ങളിൽ സബ്ഷെല്ലുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സബ്ഷെല്ലുകൾ അറിഞ്ഞിരിക്കുക. സബ്ഷെല്ലുകൾക്ക് പേരെങ്ങനെയാണ്? SPDF. ഇതാണ് സബ്ഷെല്ലുകൾ അല്ലേ. മൂലകങ്ങളുടെ അറ്റോമിക ഘടനയുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകൾ സൂചിപ്പിക്കുന്ന വാക്കുകളിൽ നിന്നാണ്. എസ് എന്ന് പറയുന്നത് എന്താണ്? ഷാർപ്പ്. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ, ഡി എന്ന് പറഞ്ഞാൽ ഡിഫ്യൂസ്, എഫ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ. ഇങ്ങനെയാണ് SPDF എന്ന് പറയുന്ന എന്ത് വരുന്നത്? സബ്ഷെല്ല് വരുന്നത്. ആറ്റം ഘടനയെ സംബന്ധിച്ച ആധുനിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത്. എങ്ങനെയാണ്? ആധുനിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത്. പ്രധാന ഊർജ നിലകളിൽ തന്നെ ഉപ ഊർജ നിലകൾ ഉണ്ട്, അതായത് സബ്ഷെൽസ് ഉണ്ട്. ഈ ഉപ ഊർജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുവാൻ സാധ്യത കൂടിയ മേഖലകളുണ്ട്. ഇതിനെയാണ് ഓർബിറ്റലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സബ്ഷെൽസിൽ ഇലക്ട്രോൺസ് കാണപ്പെടാൻ സാധ്യത കൂടിയ മേഖലകൾ ഏതാണോ അതിനെയാണ് നമ്മൾ ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. എസ് സബ്ഷെല്ലിൽ ഇത്തരത്തിൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. എസ്സിൽ എന്താണ്? ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. ഇതിന് ഗോളാകൃതിയാണ്. അപ്പോൾ ഗോളാകൃതിയിലുള്ള ഒരു ഷെല്ല്, ഇതിനെയാണ് നമ്മൾ എസ് ഓർബിറ്റൽ എന്നാണ് പറയുന്നത്. ഇനി പി സബ്ഷെൽ എന്ന് പറയുമ്പോഴത്തേന് 3 ഓർബിറ്റലുകൾ ഉണ്ടാവും. ഇതിന് ഡംബലിന്റെ ആകൃതിയാണ് ഉള്ളത്. ഡംബൽ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ഷേപ്പാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 3 എണ്ണമാണ് ഇവിടെ വരുന്നത്, പി സബ്ഷെല്ലിൽ വരുന്നത്. ഇനി ഡി സബ്ഷെല്ലുകളിൽ 5 ഓർബിറ്റലുകൾ ഉണ്ടാവും. 5 ഓർബിറ്റൽ, അതും ഡംബൽ ഷേപ്പിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരും, പിന്നെ ഇങ്ങനെ വരും. അപ്പോൾ 4 ആയി, പിന്നെ ഒരെണ്ണം കൂടെ വരും. അപ്പോൾ 5 ആയി. ഓക്കെ, അപ്പോൾ 5 എണ്ണം ഉണ്ടാവുന്നതാണ് എന്ത്? ഈ ഡി സബ്ഷെൽ എന്ന് പറയുന്നത്. ഇനി എഫ് സബ്ഷെൽ, എഫിൽ വരുമ്പോഴത്തേന് എത്രയായി? 7 ഓർബിറ്റലുകളാണ്. അപ്പോൾ ഈ ഓർബിറ്റലുകളുടെ ആകൃതി സങ്കീർണമാണ്. ഇത് ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഓരോ സബ്ഷെല്ലിന്റെയും ഇത് എസ് ആണ് സർക്കിൾ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ കാണപ്പെടുന്നത്. ബാക്കി പിയുടെ ആണ് ഇവിടെ ഡംബൽ ഷേപ്പിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരികയും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യും. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരും. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി എങ്ങനെയാണ് നമ്മൾ സബ്ഷെൽ വിന്യാസം എഴുതുന്നത്? സബ്ഷെല്ലിന്റെ ഓർഡർ ഒന്ന് പഠിച്ചിരിക്കണം. 1s 2s 2p 3s 3p 3d 4s 4p 4d 4f then 5s 5p 5d 5f then 6s 6p 6d 7s 7p. ഇങ്ങനെയാണ് നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ആറ്റം തന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഏതെങ്കിലും ഇപ്പോൾ ഒരു മൂലകം തന്നു കഴിഞ്ഞാൽ അതിന്റെ അറ്റോമിക നമ്പർ തന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം 3 നമ്മുടെ എന്താണ് അറ്റോമിക നമ്പർ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും? 1s എഴുതി. 1sൽ എത്ര എണ്ണം കൊള്ളും? പരമാവധി 2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 1s 2. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്താണ് വരുന്നത്? 1s കഴിഞ്ഞാൽ അടുത്തത് എഴുതേണ്ടത് 2s ആണ്. അപ്പോൾ 2s, ഇവിടെ 2 ഓൾറെഡി ഫിൽ ചെയ്തു. മൊത്തം 3 എണ്ണമാണുള്ളത്. ഇവിടെ 2 ഉണ്ട്. ബാക്കി എവിടെ നമ്മൾ എഴുതും? ഈ എസിന്റെ മുകളിൽ എഴുതും. അപ്പോൾ 1s2 2s1 ആണ് 3 എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ ഉള്ള ഒരു മൂലകത്തിന്റെ സബ്ഷെൽ വിന്യാസം. ഓക്കെ, 1s2 2s1. ഇനി 4 ആണെങ്കിലോ 1s2 2s2, 2 ഇലക്ട്രോൺ പരമാവധി കൊള്ളും. അപ്പോൾ 4 ആയി. ദെൻ അടുത്തത് ഇനി 6 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ വരും? 1s2 2s2, 2 4 ആയി. ബാക്കി 6 ഉണ്ട്. ബാക്കി 6 ഉള്ളത് എവിടെ പോകും? 2pയിലാണ് പോവുക അല്ലേ? 2pയിലോട്ട് പോകും. അപ്പോൾ ഇവിടെ 2p2 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ സബ്ഷെൽ വിന്യാസം എഴുതുന്നത്. അപ്പോൾ ഈ സബ്ഷെല്ല് നമ്മൾ ഈ ഒരു ഓർഡറിൽ തന്നെയായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളിത് ഓർഡർ പഠിച്ചു വയ്ക്കുക. 1s 2s 2p 3s 3p 3d 4s 4p 4d 4f 5s 5p 5d 5f 6s 6p 6d 7s 7p. ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. ഇനി ഇവിടെ ഡി സബ്ഷെല്ലിന് പരമാവധി 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുവാൻ കഴിയും. ഡിക്ക് എത്രയാണ്? പരമാവധി 10 ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളാൻ കഴിയുക.
ഈ സബ്ഷെൽ പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നതോ അതായത് D10 എന്നോ അല്ലെങ്കിൽ പകുതി D5 എന്ന രീതിയിലാണ് ക്രമീകരണങ്ങളാണെങ്കിലാണ് അതിന് സ്ഥിരത കൂടുതൽ എന്ന് നമ്മൾ പറയുക. ഒന്നുകിൽ D ഫുള്ളായിട്ട് 10 ഉണ്ടാവണം, ഇല്ലെങ്കിൽ പകുതി 5 ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ സ്ഥിരത ഉണ്ടാവുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ D4s2 D9s2 എന്നീ ഇലക്ട്രോണുകൾ ക്രമീകരണം വരേണ്ട ആറ്റങ്ങളിൽ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺ പൂരണത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരും. ഓക്കെ, അതായത് ഇപ്പോൾ D4s2 എന്നാണെന്ന് വിചാരിക്കുക. D4s2 ഇങ്ങനെ വരുന്നതിൽ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് ഡിയിൽ എപ്പോഴും നമ്മൾ എന്ത് പറഞ്ഞു? 10 ആയിരിക്കണം, അല്ലെങ്കിൽ 10ന്റെ പകുതി 5 ആയിരിക്കണം. അപ്പോൾ ഈ S2വിൽ നിന്നും 1 എങ്ങോട്ട് പോകും? ഡിയിലോട്ട് പോകും. അപ്പോൾ D5s1 എന്ന് നമ്മൾ എഴുതും. അപ്പോൾ എസ്സിലും എന്താണ്? 2ന്റെ പകുതി 1 ആണ്, ഡിയിലും എന്താണ്? 10ന്റെ പകുതി 5 ആണ്. അപ്പോൾ ഇത് സ്ഥിരതയായിട്ട് മാറും. ഓക്കെ, അപ്പോൾ സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ കൊണ്ടുവരും. ഇപ്പോൾ D9s2 എന്നുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് ഡിയിൽ 9 ആണ് അല്ലേ, ഫുള്ളാവാൻ ഒരെണ്ണം വേണം. അപ്പോൾ ഈ എസ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ D10s1 എന്നായിട്ട് മാറും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്. ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് F സബ്ഷെല്ലിൽ F7, F14 എന്നീ ക്രമീകരണങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ളതാണ്. ഇനി ഇവിടെ എസ് ബ്ലോക്ക്, ഡി ബ്ലോക്ക്, പി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. നമ്മൾ നേരത്തെ പി ബ്ലോക്കിന്റെ ചിത്രം പഠിച്ചു അല്ലേ? അതുപോലെ തന്നെ ഡി ബ്ലോക്ക്, എസ് ബ്ലോക്ക് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഈ ചിത്രം ഒന്ന് നോക്കുക. ഇവിടെ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. ബ്ലോക്ക് എങ്ങനെയാണ് കണ്ടെത്തുക? ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ സബ്ഷെല്ലിൽ ഇലക്ട്രോൺ വിന്യാസം കൊടുത്തിട്ട് ഇത് ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് നോക്കിയാൽ മതി? അവസാനത്തെ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എവിടെയാണോ അതാണ് ആ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ 1s2 2s1 1s2 2s1ലാണ് നിൽക്കുന്നതെങ്കിൽ ഏതാണ് ബ്ലോക്ക്? എസ്സിലല്ലേ അവിടെ നിൽക്കുന്നത്? 2sലാണ് നിൽക്കുന്നത്. അപ്പോൾ എസ് ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണോ അവസാനം ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എവിടെയാണോ അവിടെയായി അതായിരിക്കും ബ്ലോക്ക്. ഇനി പീരിയോഡിക് ടേബിളിൽ 1-2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ എസ് ബ്ലോക്കിലും 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ടവയെ പി ബ്ലോക്കിലും 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിലുള്ളവയെ ഡി ബ്ലോക്കിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, 1ഉം 2ഉം ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ എവിടെയാണ്? എസ് ബ്ലോക്കിലാണ്. കണ്ടോ, 1ഉം 2ഉം ഗ്രൂപ്പുകളിൽ വരുന്നത് എസ് ബ്ലോക്ക്, 3 മുതൽ 12 വരെയുള്ളത് ഡി ബ്ലോക്ക്, 13 മുതൽ 18 വരെയുള്ളത് പി ബ്ലോക്ക്, ദെൻ ബാക്കിയുള്ളത് എന്താണ്? എഫ് ബ്ലോക്ക് ആണ്. എഫ് ബ്ലോക്ക് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ ചുവടെ 2 പ്രത്യേക നിരകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കണ്ടോ, പ്രത്യേകമായിട്ട് ഓരോ നിരകളിലാണ് എഫ് ബ്ലോക്കിനെ ക്രമീകരിച്ചിരിക്കുന്നത്. എസ്, പി എന്ന ബ്ലോക്കുകളിലെ മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത്. എസും പിയും കേട്ടോ, എസും പിയും ബ്ലോക്കിലെ മൂലകങ്ങൾ എങ്ങനെയാണ്? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത് രാസപ്രവർത്തനത്തിൽ. എന്നാൽ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ എസ് സബ്ഷെല്ലിന്റെയും തൊട്ടടുത്തുള്ള ആന്തരിക ഷെല്ലിലെ ഡി സബ്ഷെല്ലിന്റെയും ഊർജ്ജങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തതിനാൽ അനുയോജ്യമായ സാഹചര്യത്തിൽ ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്. ഇതും ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവയും നിറമുള്ളവയാണ്. അവയിലെ സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യമാണ് നിറത്തിന് കാരണം. ഇത് ചോദിക്കാവുന്നതാണ്. സംക്രമണ മൂലകങ്ങളുടെ നിറമുള്ള സംയുക്തങ്ങൾക്ക് കാരണം എന്താണ്? അവയിലെ അയോണുകളുടെ സാന്നിധ്യമാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, പിന്നെ സംക്രമണ മൂലകങ്ങളുടെ ഉൽപ്രേരക സ്വഭാവം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് ഉൽപ്രേരകങ്ങൾ? സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റ്. ഓക്കെ, ഒരു രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ ഉൽപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്, സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? വനേഡിയം പെൻഡോക്സൈഡ്. സമ്പർക്ക പ്രക്രിയ എന്ന് വെച്ചാൽ എന്താണ്? സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണം അല്ലെ, അതാണ് സമ്പർക്ക പ്രക്രിയ. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകം എന്താണ്? വനേഡിയം പെൻഡോക്സൈഡ്. നമുക്ക് പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വനേഡിയം പെൻഡോക്സൈഡ്. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന എന്താണ്? സ്പോഞ്ചി അയൺ
ഓക്കെ, സസ്യ എണ്ണകളുടെ ഹൈഡ്രോജനേഷൻ വഴി വനസ്പതിയുടെ നിർമ്മാണത്തിൽ നിക്കൽ എന്നിവയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഫുൾ പഠിച്ചിരിക്കുക. കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സമ്പർക്ക പ്രക്രിയയിൽ കാറ്റലിസ്റ്റ് ആരാണ്? വനേഡിയം പെന്റോക്സൈഡ്. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയൺ. ഹൈഡ്രോജനേഷൻ വഴി വനസ്പതി നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് നിക്കലാണ്, നിക്കൽ. ഓക്കെ, ഇനി വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഓക്സികാരിയായും നിരോക്സികാരിയായും ഒരേ സമയം പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് ഇതിന് കാരണം എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന വാതകം ഏതാണ്? സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന വാതകം ഹൈഡ്രജൻ ആണ്, ഹൈഡ്രജൻ. അപ്പോൾ നമുക്ക് ഹൈഡ്രജനെ കുറിച്ച് SCERT-യിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ നോക്കുക, നൈട്രജന്റെ അളവ് എത്രയാണ്? 78.8%, ഓക്സിജൻ 20.95%, ആർഗൺ 0.9%, ബാക്കിയുള്ളവ ഇവിടെ നോക്കുക, സിനോൺ, നിയോൺ, ഹൈഡ്രജൻ, ഹീലിയം, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് ശതമാനം, നൈട്രജൻ എത്രയാണ് എന്നുള്ളത് ഇവിടെ ഒരു ടേബിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി ഇവിടെ ഹൈഡ്രജന്റെ അളവ് ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോളാം. ഇത് എവിടെയുണ്ട് ഹൈഡ്രജൻ. ഇനി ഇവിടെ നോക്കുക, അന്നജം. അന്നജം എന്ന് പറയുന്നതിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അന്നജത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ളത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അതിൻ്റെ കൂടെ ആരുണ്ട്? നൈട്രജനും കൂടി ഉണ്ട്. അന്നജത്തിൽ അടങ്ങിയിട്ടുള്ളത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ളത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. കൊഴുപ്പിൽ അടങ്ങിയിട്ടുള്ളത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി പ്ലാസ്റ്റിക്കുകളിൽ അടങ്ങിയിട്ടുള്ള ഘടകമൂലകങ്ങളാണ് പറയുന്നത്. PVCയിൽ അടങ്ങിയിട്ടുള്ളത് കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ ആണ്. പോളിത്തീനിൽ അടങ്ങിയിട്ടുള്ളത് കാർബൺ, ഹൈഡ്രജൻ. ഇതുകൂടെ അറിഞ്ഞിരിക്കുക. ഇനി ഹൈഡ്രജനെ കുറിച്ചാണ് പറയുന്നത്. ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്. ഹൈഡ്രജൻ നമ്മുടെ അന്തരീക്ഷ വായുവിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? വളരെ ചെറിയ അളവിലാണ്, സ്വതന്ത്രാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജനെ കണ്ടെത്തിയത് ആരാന്നാണ് പറയുന്നത്. 1766 ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഇത് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കത്തുന്ന വായു എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ഹെൻറി കാവൻഡിഷ് വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഇൻഫ്ലേമബിൾ എയർ, കത്തുന്ന വായു എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ജലം ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഹൈഡ്രോജീൻസ് എന്ന പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത്. ഹൈഡ്രോജീൻസിന്റെ അർത്ഥം എന്താണ്? ജലം ഉണ്ടാക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്? സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെ, സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന വാതകം ഏതാണ് എന്നുള്ളതാണ്. ആ ഒരു പ്രവർത്തനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിങ്ക് പ്ലസ് 2HCl ഗീവ്സ് ZnCl2 പ്ലസ് H2. ഇവിടെ കണ്ടോ ഹൈഡ്രജൻ വാതകം ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതാണ് നമ്മളോട് ചോദിച്ച ചോദ്യം. അപ്പോൾ ഇവിടെ എന്താണ് നടന്നത്? ഇതൊരു ആദേശ രാസപ്രവർത്തനമാണ്. ആദേശ രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നതിൽ ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റി ആ സ്ഥാനത്തേക്ക് ആര് വന്നു? സിങ്ക് ആറ്റം വന്ന് ചേരുന്നു. ഇങ്ങനെ ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ അഥവാ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടുത്തെ ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റിയിട്ട് അല്ലെ, സിങ്ക് പ്ലസ് 2HCl ഗീവ്സ് ZnCl2. അതായത് HClലെ ഈ Hന്റെ സ്ഥാനത്ത് ആര് വന്നു? Zn വന്നു അല്ലെ, സിങ്ക് വന്നു. അപ്പൊ ഇങ്ങനെ ഹൈഡ്രജനെ മാറ്റി സിങ്ക് ആ സ്ഥാനത്തേക്ക് വന്നു. ഇങ്ങനെ മാറ്റി വരുന്ന ഇങ്ങനെ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെയാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഹൈഡ്രജന്റെ ചില രാസപ്രവർത്തനങ്ങളാണ് പറയുന്നത്. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള പ്രവർത്തനം എങ്ങനെയാണ്? ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാവുന്നു അല്ലെ. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ എന്തുണ്ടാവുന്നു? ജലം ഉണ്ടാവുന്നു. ഇതൊരു താപമോചക പ്രവർത്തനമാണ്. എന്താണ്? താപമോചക പ്രവർത്തനമാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്ന് വാതകം ഉണ്ടാവുന്നു, ജലം ഉണ്ടാവുന്നു എന്ന് പറയുന്നത് എന്താണ്? ഒരു താപമോചക പ്രവർത്തനമാണ്. അതായത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മിശ്രിതത്തിൽ കൂടി വൈദ്യുത സ്ഫുലിംഗങ്ങൾ ഇലക്ട്രിക് സ്പാർക്ക് കടത്തിവിട്ടാലും എന്ത് ലഭിക്കും? ജലം ലഭിക്കും. കണ്ടോ ഇവിടെ ഹൈഡ്രജൻ 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O പ്ലസ് താപം മോചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ താപമോചക പ്രവർത്തനം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്തരത്തിൽ ഒന്നോ രണ്ടോ അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ സംയോജിച്ച് ഒരു സംയുക്തം ഉണ്ടാവുന്നതിനെയാണ് സംയോജന രാസപ്രവർത്തനം അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. കോമ്പിനേഷൻ റിയാക്ഷൻസ്, രണ്ടോ അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ, ഇവിടെ ഹൈഡ്രജൻ ഓക്സിജൻ രണ്ട് ലഘുപദാർത്ഥങ്ങളാണ്, അത് രണ്ടും കൂടെ ചേർന്നിട്ട് എന്തുണ്ടാവുകയാണ്, ഒരു സംയുക്തം ഉണ്ടാവുകയാണ്, വാട്ടർ എന്ന് പറയുന്ന ഒരു സംയുക്തം ഉണ്ടാവുകയാണ്. ഇതിനെയാണ് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ സംയോജന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അതിന് കൂടുതൽ എക്സാമ്പിൾ ആണ് ഇവിടെ നൈട്രജനും ഹൈഡ്രജനും കൂടെ ചേർന്നിട്ട് അമോണിയ ഉണ്ടാവുന്നത്, അതുപോലെ മഗ്നീഷ്യവും ഓക്സിജനും കൂടെ ചേർന്നിട്ട് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നത്. ഓക്കെ, ഹൈഡ്രജനും സൾഫറും കൂടെ ചേർന്നിട്ട് ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാവുന്നത്. കണ്ടോ, 2Na+H2 2NaH, CaO+H2O CaOH2. ഓക്കെ, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, സംയോജന രാസപ്രവർത്തനങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഹൈഡ്രജന്റെ ചില ഉപയോഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നത്? അമോണിയ, മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന്, അമോണിയ മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിനാണ് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നത്. അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്, അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ഓക്സിജന്റെ കണ്ടുപിടുത്തം. ഹൈഡ്രജനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓക്സിജനും കൂടെ അറിയണം. 1774 ജോസഫ് പ്രീസ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ഓക്സിജൻ കണ്ടുപിടിക്കുന്നത്. ജോസഫ് പ്രീസ്ലി ആണ് കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഓക്സിജൻ എന്ന പേര് നൽകിയത് ആരാണ്? അത് ലാവോസിയ ആണ്. കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണ്, പക്ഷെ ആ പേര് നൽകിയത് ലാവോസിയ എന്ന് പറയുന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ആസിഡ് ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഓക്സിജീൻസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും അറിയാം. പിന്നെ വിഘടനം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണം. വിഘടനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംയുക്തം വിഘടിച്ച് രണ്ടോ അതിലധികമോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തിനെയാണ് വിഘടനം അഥവാ ഡികമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്തായിട്ട് മാറുന്നു? താപം ചൂടാവുന്ന സമയത്ത് പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ എന്താണ്, ഒരു സംയുക്തം വിഘടിച്ചിട്ട് രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്ന രാസപ്രവർത്തനമാണ്. ഇവിടെ കംപ്ലീറ്റ് ആണോ? അല്ല, ഇവിടെ ഒരു ഡാഷ് കിടക്കുന്നുണ്ട് അല്ലേ. അവിടെ എന്താണ് വരുന്നത്? ഓക്സിജൻ ഉണ്ടാവുന്നു അല്ലേ. ഓക്സിജൻ ഇവിടെ 2KMnO4 എന്നുള്ളതാണ്. 2KMnO4ൽ നിന്നും എന്തൊക്കെയായിട്ട് മാറി? പൊട്ടാസ്യം മാംഗനേറ്റ് K2Mn4ഉം MnO2 പ്ലസ് ഒരു ഓക്സിജനും കൂടെ റിലീസ് ആവും. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? വിഘടനം എന്ന് പറയുന്നത്. ഒരു സംയുക്തം വിഘടിച്ച് എന്തായിട്ട് മാറി? പല ലഘു പദാർത്ഥങ്ങളായിട്ട് അല്ലേ, അതായിട്ട് മാറി. അപ്പോൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടായി. അങ്ങനെ അതിനുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ സോഡിയം ക്ലോറൈഡ് അല്ലേ. വൈദ്യുതിയുടെ പ്രസൻസിൽ വിഘടിച്ച് എന്തായിട്ട് മാറുന്നു? സോഡിയവും ക്ലോറിനുമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെയാണ് നോക്കൂ, 2KlClO3. ഓക്കെ, അതുപോലെ തന്നെ H2O2 ഇതെല്ലാം വിഘടിച്ച് വേറെ വേറെ ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നതിൻ്റെ എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, പ്രവർത്തനം. അപ്പോൾ ഇതെല്ലാം എന്താണ്? വിഘടനത്തിന് എക്സാമ്പിൾ ആണ്. നേരത്തെ നമ്മൾ സംയോജന പ്രവർത്തനത്തിന് എക്സാമ്പിൾ പഠിച്ചല്ലേ, അതേപോലെ വിഘടനത്തിന് എക്സാമ്പിളും പഠിച്ചിരിക്കുക. ഇനി ഓക്സിജന്റെ മറ്റു ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ജ്വലനത്തിന് ഉപയോഗിക്കുന്നുണ്ട്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കൃത്രിമ ശ്വാസത്തിന് ഉപയോഗിക്കുന്നുണ്ട്, കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നു. നമ്മൾ പറഞ്ഞു കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. കാർബോജൻ ആണ് ഉപയോഗിക്കുന്നത്. ഓക്സിജൻ 95%, ഹൈഡ്രജൻ 5% അല്ലെ, കാർബോജൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജന്റെ ഉപയോഗമാണ് ജ്വലനത്തിന്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട്, കൃത്രിമ ശ്വസനത്തിന്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. സൾഫ്യൂരിക് ആസിഡ് അറിയപ്പെടുന്നത് എന്താണ്? രാസവസ്തുക്കളുടെ രാജാവ്. അപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? 1ഉം 3ഉം. അതായത് രാസവളത്തിന്റെ നിർമ്മാണം, പാഴ്ജല ശുദ്ധീകരണം, ഇതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രാസവസ്തുക്കളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഈ സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച് നമുക്ക് SCERTയിൽ തന്നിട്ടുണ്ട്. സൾഫ്യൂരിക് ആസിഡിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നിവിടെ തന്നിട്ടുണ്ട്. ഒരു പദസൂര്യനാക്കിയിട്ട് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? നിർജ്ജലീകരണം, രാസവള നിർമ്മാണം, പെട്രോളിയം ശുദ്ധീകരണം, പെയിന്റ് നിർമ്മാണം, ഫൈബർ നിർമ്മാണം, സ്ഫോടക വസ്തു നിർമ്മാണം, മറ്റു രാസവസ്തുക്കളുടെ നിർമ്മാണം. ഓക്കെ, ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡിന്റെ
എന്താണ് എന്തൊക്കെയാണ് അതിന് സൾഫ്യൂരിക് ആസിഡ് കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ രാസവളത്തിൻ്റെ നിർമ്മാണം തന്നിട്ടുണ്ട് അല്ലേ, ഇതേ കിടക്കുന്നു രാസവളത്തിൻ്റെ നിർമ്മാണം. പിന്നെ എന്തൊക്കെയാണ്, പെട്രോളിയത്തിൻ്റെ ശുദ്ധീകരണം, പെയിന്റ് നിർമ്മാണം, ഫൈബർ നിർമ്മാണം, സ്ഫോടക വസ്തു നിർമ്മാണം, മറ്റു രാസവസ്തുക്കളുടെ നിർമ്മാണം, നിർജ്ജലീകരണം. ഇതെല്ലാമാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡിനെ രാസവസ്തുക്കളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്ന, നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്ന എന്താണ്? സൾഫ്യൂരിക് ആസിഡാണ്. അതുകൊണ്ടാണ് അതിനെ രാസവസ്തുക്കളുടെ രാജാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാനായിട്ട് കാര്യം. ഇനി സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു സമ്പർക്ക പ്രക്രിയ. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? വനേഡിയം പെന്റോക്സൈഡ് ആണ്. അതേ കിടക്കുന്നു, വനേഡിയം പെന്റോക്സൈഡ് ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ സൾഫർ ഓക്സിജനിൽ കത്തിച്ച് സൾഫർ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറ്റുന്നു. ഈ സൾഫർ ഡൈ ഓക്സൈഡ് വീണ്ടും വനേഡിയം പെന്റോക്സൈഡ് ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ ഓക്സിജനുമായി സംയോജിപ്പിച്ച് സൾഫർ ട്രൈ ഓക്സൈഡ് നിർമ്മിക്കുന്നു. സൾഫർ ട്രൈ ഓക്സൈഡിനെ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിക്കുന്നു. ഉണ്ടായ ഉൽപ്പന്നം ഒലിയം എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ഒലിയം ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് സമ്പർക്ക പ്രക്രിയയിൽ വരുന്നത്? ആദ്യം സൾഫർ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. ഓക്കെ, സൾഫർ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. ഈ സൾഫർ ഡൈ ഓക്സൈഡ് വീണ്ടും ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് വനേഡിയം പെന്റോക്സൈഡിന്റെ സാന്നിധ്യത്തിൽ എന്ത് സംഭവിക്കുന്നു? സൾഫർ ട്രൈ ഓക്സൈഡ് നിർമ്മിക്കുന്നു. ഈ സൾഫർ ട്രൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? ഒലിയം ഉണ്ടാവുന്നു. H2S2O7 എന്ന് പറയുന്നത് എന്താണ്? ഒലിയമാണ്. ഇങ്ങനെ ലഭിക്കുന്ന ആ ഒലിയം ജലത്തിൽ ലയിപ്പിക്കുന്നു. H2O ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ലഭിക്കുന്നു? സൾഫ്യൂരിക് ആസിഡ് ലഭിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ സൾഫർ ട്രയോക്സൈഡ് ജലത്തിൽ ലയിച്ചാലും എന്ത് കിട്ടും? സൾഫർ ട്രയോക്സൈഡ് ജലത്തിൽ ലയിച്ചാലും നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ലഭിക്കും. പക്ഷെ എന്നിട്ട് നമ്മൾ എന്താണ് സൾഫർ ട്രയോക്സൈഡിനെ ജലത്തിൽ നേരിട്ട് ലയിപ്പിക്കാത്തത് എന്നൊരു ക്വസ്റ്റ്യൻ ഇതവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് കാരണം പഠിച്ചു വെച്ചേക്കുക. സൾഫർ ട്രയോക്സൈഡ് ജലത്തിൽ ലയിക്കുന്ന പ്രവർത്തനം താപമോചകമായതിനാൽ രാസപ്രവർത്തനത്തിന്റെ തുടക്കത്തിലുണ്ടായ സൾഫ്യൂരിക് ആസിഡ് മഞ്ഞു പോലുള്ള ചെറു കണങ്ങളായി മാറുകയും തുടർന്നുള്ള ലയനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് സൾഫർ ട്രയോക്സൈഡിനെ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിച്ച ഒലിയം നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പൊ സൾഫർ ട്രയോക്സൈഡ് ഡയറക്റ്റ് ആയിട്ട് ജലത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും. എന്നിട്ടും അത് ചെയ്യുന്നില്ല. നമ്മൾ സൾഫ്യൂരിക് ആസിഡുമായിട്ട് മിക്സ് ചെയ്ത് ഒലിയം ഉണ്ടാക്കിയിട്ട് പിന്നീടാണ് അതിൽ നിന്നും ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. സൾഫർ ഡയോക്സൈഡ് ജലത്തിൽ ലയിക്കുന്ന പ്രവർത്തനം എന്താണ്? ഒരു താപമോചക പ്രവർത്തനമാണ്. അപ്പം അങ്ങനെ താപം റിലീസ് ചെയ്യുന്ന സമയത്ത് രാസപ്രവർത്തനത്തിൽ തുടക്കത്തിലുണ്ടായിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യും? മഞ്ഞു പോലുള്ള ചെറു കണങ്ങളായിട്ട് മാറുകയും തുടർന്നുള്ള ലയനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് സൾഫർ ട്രയോക്സൈഡിനെ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിച്ച ഒലിയം നിർമ്മിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ വീണ്ടും ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കുക. ഇനി സൾഫ്യൂരിക് ആസിഡിൻ്റെ ഭൗതിക ഗുണങ്ങൾ എന്തൊക്കെയാണ്? നിറമില്ല, വിസ്കോസിറ്റി താരതമ്യേന കൂടുതലാണ്, തീവ്രനാശക സ്വഭാവം, ജലത്തേക്കാൾ സാന്ദ്രത കൂടുതൽ, ജലത്തിൽ ലയിക്കുന്നു. എന്തൊക്കെയാണ്? നിറമില്ല, വിസ്കോസിറ്റി താരതമ്യേന കൂടുതൽ, തീവ്രനാശക സ്വഭാവം, ജലത്തേക്കാൾ സാന്ദ്രത കൂടുതൽ, ജലത്തിൽ ലയിക്കുന്നു. ഇത്രയുമാണ്. ദെൻ രാസഗുണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. രാസഗുണങ്ങൾ എന്താണ് പറയുന്നത്? സൾഫ്യൂരിക് ആസിഡ് നേർപ്പിക്കുമ്പോൾ ജലത്തിലേക്ക് ആസിഡ് അല്പാൽപമായി ചേർത്തിളക്കണം. ആസിഡിലേക്ക് ജലം ചേർത്താൽ പ്രവർത്തനം താപമോചകമായതുകൊണ്ട് ആസിഡ് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലേക്ക് തെറിക്കുവാനും പൊള്ളലുണ്ടാക്കുവാനും ഇടയാക്കും. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ നിർജ്ജലീകരണ സ്വഭാവമുണ്ട്. എന്താണ് നിർജ്ജലീകരണം? പദാർത്ഥങ്ങളിൽ രാസപരമായി സംയോജിച്ചിരിക്കുന്ന ജലത്തെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിലെ അതേ അനുപാതത്തിൽ ആഗിരണം ചെയ്യാൻ ഗാഢ സൾഫ്യൂരിക് ആസിഡിന് കഴിയും. ഈ പ്രക്രിയയാണ് നിർജ്ജലീകരണം. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ശക്തിയേറിയ ഒരു നിർജ്ജലീകാരിയാണ്. ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ് ആര്? സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, പദാർത്ഥങ്ങളിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിലുള്ള അതേ അനുപാതത്തിൽ തന്നെ ആഗിരണം ചെയ്യാനുള്ള കഴിവാണ് അതിൻ്റെ സൾഫ്യൂരിക് ആസിഡിന്റെ നിർജ്ജലീകരണം എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, 20 ഹെഡ്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെഡ്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു.
താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ് ശരി. അതായത് ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കുന്നു, വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗവും നമ്മുടെ SCERT വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കാം. ശ്രവണപരിധി, ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി എന്താണ്? കേൾവി ശക്തിയുള്ള ഒരാൾക്ക് എല്ലാ ശബ്ദവും കേൾക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല അല്ലെ. നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലിന്റെ ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നോടിയായി പക്ഷികളും മൃഗങ്ങളും അസാധാരണ പെരുമാറ്റം പ്രകടിപ്പിക്കും. വവ്വാലുകൾക്ക് ഇരുട്ടിലും സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ കാരണമാണ് പറയുന്നത്. വസ്തുക്കളുടെ കമ്പനം മൂലം അല്ലെ. ഇത് എത്രയാണ്? 1,00,000 ഹെർട്സിലും കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളും പ്രകൃതിയിൽ ഉണ്ടാവുന്നുണ്ട്. എല്ലാ ആവൃത്തിയിലുമുള്ള ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. അതായത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിക്ക് എന്തുണ്ട്? ഒരു പരിധിയുണ്ട്. ശരിയായ കേൾവിശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ കുറഞ്ഞ പരിധിയാണ് 20 ഹെർട്സും. പരിധി ഏറ്റവും കുറഞ്ഞ പരിധി എത്രയാണ്? 20 ഹെർട്സ്. കൂടിയ പരിധി എത്രയാണ്? 20,000 ഹെർട്സും ആണ്. ഈ പരിധി വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം. അപ്പൊ നമ്മുടെ മനുഷ്യന്റെ കേൾവിന്റെ പരിധി എത്രയാണ്? ശബ്ദത്തിന്റെ കുറഞ്ഞ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ മൃഗങ്ങളുടെയും വ്യത്യാസമാണെന്ന് പറഞ്ഞല്ലേ. ഇവിടെ കണ്ടോ 0, 1 ഹെർട്സ്, 10 ഹെർട്സ്, 100, 1000, 10,000, 1 ലാക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ 1,00,000 മുകളിൽ വരുന്നതാണ് എന്ത്? അൾട്രാസോണിക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുക, 10 ഹെർട്സിന്റെയും ഇതിന്റെ ഇടയ്ക്കാണ് വന്നിരിക്കുന്നത് അല്ലെ. 20 ഹെർട്സ് മുതൽ അല്ലെ 20,000 ഹെർട്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഭാഗമാണ് 20 to 20,000 ഹെർട്സ്. ഈ ഒരു ഭാഗത്താണ് മനുഷ്യന് ശ്രവണം സാധ്യമായിട്ടുള്ളത്. ഇനി എലികൾ നോക്കുക, 1000 ഹെർട്സ് മുതൽ ഇവിടെ 1,00,000 കുറച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലെ. അത്രയും എലികളുടെ. പ്രാവുകളുടെ നോക്കൂ, പ്രാവുകളുടെ ഇവിടെ 0 to ഇവിടെ എത്രയാണ്? ഒരു 10,000 ഹെർട്സിന്റെ അത്രയും വരുന്നുണ്ട് പ്രാവുകൾ. ദെൻ നിശാശലഭങ്ങൾ നോക്കുക, ഇവിടെ 1000 ഹെർട്സ് മുതൽ ഇവിടെ എത്രയാണ്? 1,00,000 കടന്നു അല്ലെ. 1,00,000 കടന്നിട്ടാണ് പോകുന്നത്. ദെൻ ആനയുടെ എന്ന് പറയുമ്പോഴത്തേനും എത്രയാണ്? ഇവിടെ ഒരു 5 ഹെർട്സ് ഒക്കെ വരും അല്ലെ. അപ്പൊ അത്രയും ഹെർട്സ് മുതൽ ഇവിടെ ഒരു 10,000 ഹെർട്സിന് മുകളിൽ വരുന്നുണ്ട്. ദെൻ വവ്വാലുകളുടെ പറയുമ്പോൾ 10,000 ഹെർട്സിന്റെ മുതൽ എത്രയാണ്? 1,00,000 വരെയും വരുന്നുണ്ട്. 1,00,000 മേലെ വരുന്നുണ്ട് വവ്വാലിന്റെ. ദെൻ ഇവിടെ നോക്കുക, ഭൂകമ്പ തരംഗങ്ങൾ ഇവിടെ 0 to ഇവിടെ 10 ഹെർട്സ് ആണ് പറയുന്നത്. ഇൻഫ്രാസോണിക് അതുപോലെ തന്നെ 0 to 10 ഹെർട്സ് ആണ് അല്ലെ പറയുന്നത്. അപ്പൊ ഇവിടെ ഭൂകമ്പ തരംഗങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ക്വസ്റ്റ്യനിൽ. എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഭൂകമ്പങ്ങൾ ഉണ്ടാവുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ഭൂകമ്പങ്ങളുടെ തരംഗങ്ങളാണ് ഇൻഫ്രാസോണിക്. ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്താണ്? വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും കഴിയും. വവ്വാലുകളുടെയും അൾട്രാസോണിക്കിന്റെ ഈ ഭാഗത്താണ് വവ്വാലുകളുടെ വരുന്നത്. കണ്ട, അൾട്രാസോണിക് ശബ്ദം കേൾക്കാനും അത് ഉണ്ടാക്കുവാനും കഴിയും എന്നുള്ളത് അതും കറക്റ്റ് ആണ്. അടുത്ത പോയിന്റ് എന്താണ്? രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ പറഞ്ഞു. സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ സോണാറിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദത്തെയാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ളതിനെയാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ളതിനെയാണ് അൾട്രാസോണിക് എന്ന് പറയുന്നത്. ഇവിടെ ഗാൾട്ടൺ വിസിൽ നമ്മൾ പറഞ്ഞല്ലേ. ഗാൾട്ടൺ വിസിലിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം എത്രയാണ്? ഏകദേശം 30,000 ഹെർട്സ് ആണ്. അതുകൊണ്ടാണ് നമുക്കത് കേൾക്കാനായിട്ട് പറ്റാത്തത്. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. ഇത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെയാണ് നമുക്ക് എക്സാമിന് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ സോണാറിന്റെ കാര്യം പറഞ്ഞു. കടലിന്റെ ആഴം ഇവിടെ നോക്കുക, അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കടലിന്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന സോണാർ എന്ന ഉപകരണത്തിൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? സോണാർ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് തന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണത്? തെറ്റാണ്. അൾട്രാസോണിക്കിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ സോണാർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അൾട്രാസോണിക് ശബ്ദങ്ങളാണ് ഉപയോഗിക്കുന്നത്. കടലിന്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന സോണാർ എന്ന ഉപകരണത്തിൽ അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ദെൻ വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക് തരംഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്.
ദെൻ ഇവിടെ ഓരോ മൃഗങ്ങളുടെയും ശ്രവണ പരിധി കൊടുത്തിട്ടുണ്ട്. കൂടിയതും കുറഞ്ഞതും. നായയുടെ 67 കുറഞ്ഞത്, കൂടിയത് 45,000. പൂച്ചയുടേത് 45 കുറഞ്ഞത്, കൂടിയത് 64,000 ഹെഡ്സ് ആണ് പറയുന്നത് കേട്ടോ. പശുവിൻ്റേത് കുറഞ്ഞത് 23, കൂടിയത് 35,000. കുതിരയുടേത് 55, കൂടിയത് 33,500. എലികളുടേത് കുറഞ്ഞത് 1000, കൂടിയത് 91,000. വവ്വാലിൻ്റേത് കുറഞ്ഞത് 2000, കൂടിയത് 1,23,000. ആനയുടേത് 16, കൂടിയത് 12,000. സ്വർണ്ണ മത്സ്യം കുറഞ്ഞത് 20, കൂടിയത് 3,000. കോഴിയുടേത് കുറഞ്ഞത് 125, കൂടിയത് 2,000 ഹെഡ്സ്. ഓക്കെ, ശ്രവണ പരിധി ജസ്റ്റ് ഒന്ന് നോക്കുക. അടുത്തത് ശ്രവണ സഹായി. കേൾവി കുറവുള്ളവർക്ക് കേൾവി അനുഭവം ഉണ്ടാവാൻ സഹായിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് എന്ത്? ശ്രവണ സഹായി. വിവിധ തരത്തിലും വലിപ്പത്തിലുമുള്ള ശ്രവണ സഹായികൾ ലഭ്യമാണ്. ശ്രവണ സഹായിക്ക് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഒരു ശ്രവണ സഹായി എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് മൈക്രോഫോൺ, 2 ആംപ്ലിഫയർ, 3 ലൗഡ് സ്പീക്കർ. മൈക്രോഫോൺ എന്താണ് ചെയ്യുന്നത്? ശബ്ദോർജ്ജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്നു. ശബ്ദോർജ്ജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്നു. ആംപ്ലിഫയർ എന്താണ് ചെയ്യുന്നത്? വൈദ്യുത സിഗ്നലുകളെ ശക്തിപ്പെടുത്തുന്നു. വൈദ്യുത സിഗ്നലുകളെ ശക്തിപ്പെടുത്തുന്നു. ലൗഡ് സ്പീക്കർ എന്ത് ചെയ്യുന്നു? ശക്തി കൂടിയ വൈദ്യുത സിഗ്നലുകളെ ഉച്ചത കൂടിയ ശബ്ദമാക്കി കർണപടത്തിൽ എത്തിക്കുന്നു. അപ്പം ശ്രവണ സഹായിക്കുണ്ടാവുന്ന 3 ഭാഗങ്ങളും അതിലെന്താണ് ഫംഗ്ഷൻ എന്നുള്ളതും കൂടെ പഠിക്കുക. ഇനി ചെവിയും ശബ്ദവും. ചെവിക്കൂടയിൽ എത്തുന്ന ശബ്ദ തരംഗങ്ങൾ കർണനാളത്തിലൂടെ കടന്നുപോയി. അതിനിവിടെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ആദ്യം ഒന്ന് വായിക്കാം. ചെവിക്കൂടയിൽ എത്തുന്ന ശബ്ദ തരംഗങ്ങൾ എന്ത് ചെയ്യുന്നു? കർണനാളത്തിലൂടെ കടന്നുപോയി കർണപടത്തിൽ ചെന്ന് തട്ടുന്നു. ഇത് കർണപടത്തെ കമ്പനം ചെയ്യിക്കുന്നു. കർണപടത്തിൽ ഉണ്ടാവുന്ന കമ്പനം അതിനോട് ചേർന്ന് കാണുന്ന അസ്ഥിശൃംഖലയെ കമ്പനം ചെയ്യിക്കുന്നു. അസ്ഥിശൃംഖലയിലെ കമ്പനം ഓവൽ വിൻഡോയിലേക്കും ആന്തരകർണത്തിലെ കോക്ലിയയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഒച്ചിന്റെ ആകൃതിയിലുള്ളതും ഏകദേശം 3 സെന്റിമീറ്റർ നീളമുള്ളതുമായ ഭാഗമാണ് കോക്ലിയ. ഇതിന്റെ ഉള്ളറകളിലുള്ള എൻഡോലിംഫ് എന്ന ദ്രാവകത്തിലേക്ക് കമ്പനം പടരുന്നു. കോക്ലിയയിലുള്ള ആയിരക്കണക്കിന് നാഡീകോശങ്ങൾ ഈ കമ്പനത്താൽ ഉത്തേജിക്കപ്പെടുകയും ആവേഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ ശ്രവണ നാഡി വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നമുക്ക് ശബ്ദം അനുഭവവേദ്യമാവുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ അതായത് ചെവിക്കൂടയിൽ നിന്ന് ശബ്ദങ്ങൾ കർണനാളത്തിലൂടെ കർണപടത്തിലെത്തി അവിടെ കമ്പനം ചെയ്തു അല്ലെ. അതിനുശേഷം ആ ശബ്ദ തരംഗങ്ങൾ ഇങ്ങോട്ട് പോയി കോക്ലിയ അല്ലെ. കോക്ലിയ ഓർമ്മയുണ്ട്, ശ്രവണ നാഡി പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പം ഇതെങ്ങനെയാണ് ശബ്ദം ഉണ്ടാവുന്നത് എന്നുള്ളത് ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി അലക്സാണ്ടർ ഗ്രഹാംബെലിനെ കുറിച്ച് പഠിക്കണം. അലക്സാണ്ടർ ഗ്രഹാംബെൽ 1847 മാർച്ച് 3 സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിൽ ജനിച്ചു. തൻ്റെ 75-ാം വയസ്സിൽ 1922 ഓഗസ്റ്റ് 2 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയും ബധിരരായിരുന്നു. 1876 ഒക്ടോബർ 9 അലക്സാണ്ടർ ഗ്രഹാംബെൽ തൻ്റെ സുഹൃത്തും അസിസ്റ്റന്റുമായിട്ടുള്ള വാട്സണുമായി കേംബ്രിഡ്ജ് മുതൽ ബോസ്റ്റൺ വരെയുള്ള 2 കിലോമീറ്റർ ദൂരം കമ്പിയിലൂടെ സംസാരിച്ചുകൊണ്ട് ആദ്യത്തെ ടെലിഫോൺ ലോകത്തിന് സമർപ്പിച്ചു. അപ്പോൾ ആദ്യത്തെ ടെലിഫോൺ കണ്ടെത്തിയത് ആരാണ്? ഗ്രഹാംബെലാണ്. അലക്സാണ്ടർ ഗ്രഹാംബെലിന്റെ ബഹുമാനാർത്ഥമാണ് ഉച്ചതയുടെ യൂണിറ്റ് എന്ത് പേര് നൽകിയത്? ബെൽ എന്ന് പേര് നൽകിയത്. ബെൽ എന്ന യൂണിറ്റിന്റെ ചെറിയ അളവാണ് എന്ത്? ഡെസിബെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതും ഒന്ന് ഓർത്തിരിക്കാം. ഇനി നമുക്ക് എന്താണ് ശബ്ദം, അതിന്റെ ഏകദേശ ഉച്ചതയാണ് പറയുന്നത്. ചെവിക്ക് വേദനയുണ്ടാവുന്ന ശബ്ദം എത്രയാണ്? 120-ൽ കൂടുതൽ ഡെസിബൽ ആയിരിക്കും. ജെറ്റ് എൻജിൻ 100 മീറ്റർ അകലെയാണെങ്കിൽ അതിന്റെ 110 മുതൽ 140 ഡെസിബൽ ആണ്. വാഹന തിരക്കേറിയ റോഡിലാണെങ്കിൽ 80 to 90 ഡെസിബൽ. കാറിന്റെ 60 മുതൽ 80. സാധാരണ സംഭാഷണം എത്രയാണ്? 40 to 60. ഇലകളുടെ മർമ്മരം 10 ഡെസിബൽ ആണ്. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ് എന്ത്? ഉച്ചത. ഉച്ചതയുടെ യൂണിറ്റ് ആണ് ഡെസിബൽ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവിനെയാണ് ഉച്ചത എന്ന് പറയുന്നത്. അപ്പം അതിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ എന്ന് പറയുന്നത് അല്ലെ. ഡെസിബൽ മീറ്റർ എന്ന ഉപകരണം കൊണ്ടാണ് ഇത് അളക്കുക. ഈ ഉച്ചത എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയും ആശ്രയിച്ചിരിക്കും ഉച്ചത എന്ന് പറയുന്നത്. ദെൻ സ്ഥായി എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മതയാണ് സ്ഥായി അഥവാ പിച്ച് എന്ന് പറയുന്നത്. ഇത് ശബ്ദത്തിന്റെ ആവൃത്തിയെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, സ്ഥായി എന്ന് പറയുന്നത് ആവൃത്തിയെ ആശ്രയിച്ചിരിക്കും. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിപ്പിച്ചാൽ അതിന് അതിൻ്റെതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് അതിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. നമ്മൾ 10 ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.